ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുത്തുമണി എവിടേക്കാണ് ധൃതി പിടിച്ച് പോകുന്നതെന്നല്ലേ? മുത്തുമണി മാത്രമല്ല, ഞാനും ഉണ്ട് കേട്ടോ. നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ മുത്തുമണിക്ക് 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് നമ്മളിവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് അത് അപ്പുറത്തെ കെട്ടിടത്തിലേക്ക് പോവുക കേട്ടോ. ഇവിടെയാണ് എടുക്കുന്നത്. നമ്മളിവിടെ വന്ന് ആ ചീട്ട് കാണിച്ച് ആ സാറ് ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുത്ത് മുത്തുമണീൻ്റെ വെയിറ്റ് ഒക്കെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അതൊക്കെ നോക്കി നിൽക്കുക മുത്തുമണി. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. പിന്നെ ബുധനാഴ്ച ആയതുകൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുമായിട്ട് നിറയെ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റൊക്കെ നോക്കി വെയിറ്റ് ഇച്ചിരി കുറവായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. നമ്മൾ പിന്നെ അതും കൊണ്ട് പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ പോയതും കയറിപ്പോയി. നല്ലൊരു ഡോക്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞു പനി ഉണ്ടെങ്കിൽ മാത്രം ഒരു മുറി പാരസെറ്റമോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് വന്നിട്ട് സിസ്റ്ററും പിന്നെ നമ്മുടെ ആശാപ്രവർത്തക ആ ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്വഭാവമാണ് രണ്ടുപേരും കേട്ടോ. എരൂർ ഹെൽത്ത് സെൻറ്ററിലെ എല്ലാ നഴ്സുമാരും അവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫുകളും നല്ല സ്വഭാവത്തോടു കൂടിയാണ് നമ്മൾ പേഷ്യൻറ്റിനോട് പെരുമാറുന്നത് കേട്ടോ. അതിന് മുത്തുമണിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മുത്തുമണിയൊന്നും അറിഞ്ഞില്ല. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി വേദനയുണ്ടായിരുന്നു. ആന്നൊക്കെ വായി പൊളിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മുത്തുമണിയോട്. പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്തത് 16 വയസ്സിനാണ് ഇഞ്ചക്ഷൻ അടുത്ത്. പിന്നെ മുത്തുമണിക്ക് ഈ പ്ലേ ഏരിയയിലൊന്ന് കയറി കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി നേരം ഇരുന്നപ്പോൾ നമ്മൾ അരമണിക്കൂർ സമയമുണ്ടല്ലോ, വീണ്ടും മുത്തുമണി വേഗം അതിനകത്ത് കയറി അങ്ങതേ പിന്നെ ആൾ കുഞ്ഞു കളിയായിട്ടോ. അങ്ങനെ ഇച്ചിരി നേരമൊക്കെ കളിച്ച് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചതേ വീട്ടിലേക്ക് വരികയാണ്. കുടയൊന്നും എടുത്തില്ല കേട്ടോ, വെയിൽ കൊണ്ട് എരിവരി കൊണ്ടു, അത്ര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി ഓടി വീടെത്തി. വീടിൻ്റെ അടുത്തെത്താറേയും അപ്പോഴേക്കും മുത്തുമണിക്ക് വയ്യാണ്ടായിട്ടാ, കൈയൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെയിൽ ക്രോസ് ചെയ്ത് നമ്മുടെ അപ്പുറത്താണ് നമ്മുടെ വീട്. വീടെത്തി. പിന്നെ ഒരു മുറി പാരസെറ്റമോളൊക്കെ കൊടുത്ത് കിടന്നുറങ്ങിയിട്ടാ. ഇച്ചിരി കരച്ചിലായിരുന്നു.